പറ്റിയിട്ടുണ്ട്? അപകടങ്ങൾ ഒരുപാട് പറ്റിയിട്ടുണ്ട്. ഒരുപാട് പേര് നമ്മൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പാപനാശം കാപ്പിൽ തീരങ്ങളിൽ ശക്തമായ കടൽക്ഷോഭമാണ് കഴിഞ്ഞ ദിവസത്തെ മഴയ്ക്ക് ശേഷം ഉണ്ടായിരിക്കുന്നത്. ശക്തമായ തിരമാലകൾ തീരത്തേക്ക് അടിച്ചു കയറുകയാണ്. അപകട സാഹചര്യത്തിൽ സഞ്ചാരികളും പ്രദേശവാസികളും കടലിൽ ഇറങ്ങരുതെന്ന ടൂറിസം പോലീസ് കർശന നിർദ്ദേശവും പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ലൈഫ് ഗാർഡുകളുടെ നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും അവഗണിച്ച് കടലിൽ ഇറങ്ങുന്നത് അപകടങ്ങൾക്ക് കാരണമാകുമെന്നും അധികൃതർ അറിയിച്ചു. മഴ പെയ്തതിനു ശേഷം കടല് അതിശക്തമാണ്. കാറ്റ് വീണിട്ട് കടൽ അതിശക്തരൂക്ഷമായി. കര അങ്ങ് വരെ ഉണ്ടായിരുന്നു. കടൽ കുറേ അറ്റാക്ക് ചെയ്ത് കയറിയിട്ടുണ്ട്. പവർഫുള്ളായിട്ടുണ്ട്. നേരത്തെ കുറച്ച് ശാന്തമാണെങ്കിൽ ഇപ്പോൾ വലിയ ഡേഞ്ചറസ് കണ്ടീഷനാണ്. ഇപ്പോൾ ആളുകളെയൊന്നും അങ്ങോട്ട് അല്ല, ഇപ്പോൾ ഇറങ്ങാൻ പറ്റിയൊരു സാഹചര്യമല്ല. കാര്യം ഇവിടെ ഒരുപാട് മരണങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ശനി ഞായറുകളിൽ നോർത്ത് ഇന്ത്യനും പിന്നെ തമിഴ്നാട്, ബാംഗ്ലൂർ, ഹൈദരാബാദ് അവിടെ നിന്നൊക്കെയുള്ള നമ്മുടെ ഇന്ത്യൻ ടൂറിസ്റ്റ് ഒരുപാട്. ഞങ്ങളെ എണ്ണം കുറവാണ്. ലൈഫ് ഗാർഡ് പല ഡ്യൂട്ടി പോസ്റ്റിലും ഓരോരുത്തരേ ഉണ്ട്. അപ്പം നമ്മൾ പരിധി വിട്ട് നമ്മളിപ്പോൾ ഒരാളോ 2 പേരോ 10 പേരെ ഇറക്കി കഴിഞ്ഞാൽ അത് കണ്ടിട്ട് 100 പേര് വരും. അപ്പോൾ നമ്മൾ നിയന്ത്രിക്കാവുന്നത് ഒരാളാണ്. നമുക്ക് മറ്റ് സപ്പോർട്ടൊന്നുമില്ല. അപ്പോൾ ആ അപകടം പറ്റാതിരിക്കാനാണ് ഇപ്പോൾ അടച്ചേക്കുന്നത്. നവംബറൊക്കെ ആകുമ്പോൾ കടൽ കുറച്ച് മാറും. അപ്പോൾ കടൽ ശാന്തമാകുമ്പോൾ ഇറക്കുകയും ചെയ്യും, കുളിപ്പിക്കുകയും ചെയ്യും. ഇല്ല, കടൽ ഈ കയറ് കെട്ടിയ ഈ മെയിൻ പാർട്ടിൽ മാത്രമേ ഉള്ളൂ. അങ്ങോട്ടൊന്നും കയറ് കെട്ടിയിട്ടില്ല. കയറ് വേണ്ടേ, സർക്കാർ തരണ്ടേ? അതിന് നമ്മളെവിടെ നിന്നെങ്കിലുമൊക്കെ സംഘടിപ്പിച്ച് കെട്ടിയതാണ്. വേറെ എന്തെങ്കിലും ചെറിയ അപകടങ്ങളോ വലിയ അപകടങ്ങളോ പറ്റിയിട്ടുണ്ട്? അപകടങ്ങൾ ഒരുപാട് പറ്റിയിട്ടുണ്ട്. ഒരുപാട് പേര് നമ്മൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ജീവൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. മെയിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ ആളുകൾ കേൾക്കാത്തതാണ് വിഷയമല്ലേ? മദ്യപിച്ചുകൊണ്ടല്ലേ വരുന്ന വരുന്ന പിള്ളേർ 10, 22, 25 പേരൊക്കെ ഒരു വാനിൽ വരും. പിന്നെ ബസ്സിൽ 50 പേര്, അങ്ങനെയുള്ള ടീമുകൾ വരും. ഈ വരുന്നവരെല്ലാം ഈ കോളേജ് പഠിത്തമൊക്കെ കഴിഞ്ഞിട്ടുള്ള ചെറുപ്പക്കാർ പിള്ളേരാണ്. പിന്നെ അതല്ലാതെ തന്നെ വേറെ ഈ ചെറിയ പണിയൊക്കെ ഉള്ള ഒരു 10, 15 പേരൊക്കെ വാനിലും കാറിലൊക്കെ വരും. ഇവരൊക്കെ ഗ്രൂപ്പായിട്ട് വരുമ്പോൾ നമ്മൾ പറഞ്ഞാൽ എങ്ങനെ കേൾക്കാനാണ്? ഇത് ശക്തമായ അടിയൊഴുക്കുണ്ടായിരുന്നെന്ന് പറഞ്ഞത് അങ്ങനെ അടിയൊഴുക്കുണ്ടല്ലോ. ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ തന്നെ പല സ്ഥലത്തും വള്ളം മറിഞ്ഞൊക്കെ കാണാതെ പോയില്ലേ? അവർ കടലിൽ പരിചയമുള്ളവരാണ്, എന്നിട്ട് പോലും പോയില്ലേ? കടലിൽ ഇറങ്ങുന്നത് തടയാൻ ലൈഫ് ഗാർഡുകളും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. സഞ്ചാരികളെ നിയന്ത്രിക്കാൻ തീരത്ത് കയർ കെട്ടി തിരിച്ചെങ്കിലും കടലേറ്റത്തിൽ അവയെല്ലാം തകർന്ന സ്ഥിതിയിലാണ്. ബലികർമ്മങ്ങൾക്ക് വരുന്നവർക്ക് തർപ്പണം ചെയ്യാൻ ലൈഫ് ഗാർഡുകൾ സുരക്ഷയൊരുക്കുന്നുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി മുതൽ വർക്കലയിലും സമീപ പ്രദേശങ്ങളിലും ശക്തമായ മഴയാണ് രേഖപ്പെടുത്തിയത്. ശനിയാഴ്ച രാവിലെ മുതൽ മഴയ്ക്ക് ശമനമുണ്ടായിരുന്നുവെങ്കിലും കടലിലെ ശക്തമായ തിരമാലകൾക്ക് കാര്യമായ കുറവൊന്നും ഉണ്ടായിരുന്നില്ല. ശക്തമായ തിരമാലകൾ പെട്ടെന്നെത്താൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ തീരത്തുനിന്നും സുരക്ഷിത അകലം പാലിക്കണമെന്നും ലൈഫ് ഗാർഡുകൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജനാർദ്ദനപുരത്തു നിന്നും പാപനാശം കുന്നിലേക്കുള്ള റോഡിൽ കാക്കോട് മുക്കിൽ റോഡിന്റെ പകുതി ഭാഗത്തോളം വെള്ളം കെട്ടിയ സ്ഥിതിയിലുമാണ്. കുരക്കണ്ണി, വിളക്കുളം ഭാഗങ്ങളിലെ ഇട റോഡുകളിലും വെള്ളക്കെട്ട് ഉള്ളതായി നാട്ടുകാർ പരാതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിസ്മയ ന്യൂസ്, വർക്കല.